ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് അച്ചാറുകളിൽ ബീട്രൂട്ട് അച്ചാർ എന്ന് പറഞ്ഞാൽ. വളരെ ചിലവ് കുറഞ്ഞും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 750 ഗ്രാം ബീട്രൂട്ടാണ് അച്ചാറിടുന്നത്. അതിൻ്റെ തണ്ടോടുകൂടിയ ബീട്രൂട്ടാണ് കിട്ടിയത്. ആ തണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് തോരൻ വെക്കാനൊക്കെ കൊള്ളാം. അപ്പോൾ ഞാൻ അതിനുശേഷം ആ ബീട്രൂട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചാൽ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് വേണമെങ്കിലും അരിയാം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകൊക്കെ എരിയുടെ അനുസരിച്ച് എടുത്താൽ മതി. എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് കുറച്ച് നാൾ കേടുകൂടാതെ അച്ചാർ ഇരിക്കാനും അച്ചാറിനെല്ലാം ടേസ്റ്റും നല്ലെണ്ണയാണ്. അതിലേക്ക് ശകലം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ഒക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടം. ഈ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് വരെ ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞാണെങ്കിൽ അതിൻ്റെ പച്ചമണം മാറി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇളക്കി നല്ല ചൂടാക്കി എടുക്കുക. ഇപ്പം നമുക്ക് കാണാം നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും എല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടായി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. ഒരു 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ. ഇത് ചിലരാണെങ്കിൽ ഈ ബീട്രൂട്ട് അരിഞ്ഞതിന് ശേഷം ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുകയും ചെയ്യും. എനിക്കൊരു ശക്കലം കിറുകിറുപ്പകത്ത് കിടക്കുന്നതാണ് ഇഷ്ടം അച്ചാറിട്ട് വെക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാനിതിനെ അങ്ങനെ ആവിക്ക് വെച്ച് പുഴുങ്ങുന്നില്ല. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ചൂടായി വേവും. അതിനകത്ത് കുറച്ച് വെള്ളമയമുണ്ടല്ലോ ബീട്രൂട്ടിനകത്ത്. അതുകൊണ്ട് കിടന്ന് അതിൻ്റെ പുറം നന്നായിട്ട് ഒന്ന് വേവ് വന്ന് അകത്തെപ്പോഴും ഒരു കിറുകിറുപ്പ് നമുക്ക് കടിക്കുമ്പോൾ അച്ചാറായിട്ട് കടിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് പോലെ തോന്നും. അതിനുവേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അതിനെ വന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് കിടന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് മാറ്റി തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് വേറൊരു പാനിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ ചൂടാക്കി എടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണെങ്കിലും ചെറിയൊരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ചും നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ അത് എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എണ്ണയ്ക്കകത്ത് ചൂടാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 750 ഗ്രാം ബീട്രൂട്ടിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ശക്കലം കായത്തിൻ്റെ അളവ് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു ശക്കലം ഉലുവാപ്പൊടി കൂടി പോകരുത്, അല്ല ഏത് അച്ചാറിനാലും. പക്ഷേ ഉലുവാപ്പൊടി വേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ചൂടാക്കിയെടുക്കുക. അത് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാവും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. കാരണം പൊതുവേ ബീട്രൂട്ടിന് വലിയ പുളിയില്ലാത്തതുമാണ്. ശകലം പുളിയുടെ ടേസ്റ്റൊക്കെ കിട്ടും നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ. അത് കൂടാതെ കേടാകാതിരിക്കുകയും ചെയ്യും. അത് തണുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനകത്തേക്ക് ഒഴിച്ച് ഒന്നും കൂടെ എല്ലാം കൂട്ടി ചൂടാക്കി എടുക്കുക.
അപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ പൊടികളും നമ്മളുടെ വേവിച്ച ക്യാരറ്റും ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ക്യാരറ്റ് റെഡിയായി കഴിഞ്ഞ് വിനാഗിരിയെല്ലാം തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ജാറിനകത്തേക്ക് മാറ്റി സൂക്ഷിക്കുക. ഒരു 2-3 മാസം വരെ കേട് കൂടാതെ ഇരിക്കും. വളരെ ടേസ്റ്റ്ഫുള്ളും വളരെ ഹെൽത്തി ആയിട്ടുള്ള അച്ചാറാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.